സഖാവ് എം എ ബേബിക്ക് ക്ഷമാപൂർവം ഖേദപൂർവം. സഖാവ് ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. താങ്കൾ ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. താങ്കൾ കുറച്ച് മാത്രമേ സംസാരിക്കാവൂ. EMSനെയൊക്കെ പോലെ ഒരുപാട് സംസാരിക്കരുത്. സംസാരിക്കുന്നത് അളന്നു മുറിച്ചേ സംസാരിക്കാവൂ. കാരണം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു ട്രോളിനും അവസരമുണ്ടാക്കരുത്, ഒരു അബദ്ധവും പറയരുത്. എഴുതി വെച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഉപദേശിക്കാൻ ആരുമല്ല, ഞാനൊരു പ്രേക്ഷകനാണ്, ഒരു അഭ്യുദയകാംക്ഷിയാണ് എന്ന് വിചാരിച്ചോളൂ. താങ്കൾ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടും അല്ലെങ്കിലും താങ്കളുടെ പ്രസ്താവനകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അത്യാവശ്യം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഇന്ന് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയപ്പോൾ CPMൻ്റെ ജനറൽ സെക്രട്ടറി എന്ത് പറയുന്നു, മറ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ താങ്കൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുണ്ട്, വളരെ സന്തോഷം. അങ്ങ് തുറന്ന് പറയുമ്പോൾ അത് പരിശോധിക്കാനാണ്. അതൊരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ലക്ഷണമാണ്. വളരെ നല്ലൊരു ഉത്തരമാണ്. പക്ഷേ ഉത്തരം പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു, നെഹ്റുവും ഗാന്ധിയും വിദേശത്ത് പോയി പഠിച്ചില്ലേ? അതിൽ ചില പ്രശ്നങ്ങളുണ്ട് സാർ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നെഹ്റുവും ഗാന്ധിയും പഠിക്കുന്ന കാലഘട്ടം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയിലല്ല അവർ പോയി പഠിച്ചത്, ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പോയി പഠിക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ വളരെ ഭയങ്കരമായ വലിയ സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടുപോയി ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പോയി പഠിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പേര് പഠിക്കുന്നു. വിദേശത്തുള്ള ഒരുപാട് കുട്ടികൾ കേരളത്തിൽ വന്ന് പഠിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടി. ഇന്ത്യ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ തിരുവനന്തപുരത്ത് വിവിധ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ഒരു സംഗമത്തിന് ഇടയ്ക്ക് പോയിരുന്നു. പഠിക്കുന്നുണ്ട്. അതുപോലല്ല ഈ വിഷയം. അപ്പോൾ അവർ പഠിക്കാൻ നെഹ്റു പോയ കാലം എവിടെ നിൽക്കുന്നു? ഗാന്ധിജി പോയ കാലം എവിടെ നിൽക്കുന്നു? അവർ പഠിക്കാൻ യൂണിവേഴ്സിറ്റി പോകുന്നതും കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നാമതാണെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു കൂവുകയും എപ്പോഴും എല്ലാ ലോകത്തിനെ മുഴുവൻ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ഞങ്ങൾ ഒന്നാണെന്ന് പറയുകയും എന്നിട്ട് ഇവിടത്തെ തള്ളിപ്പറഞ്ഞതുപോലെ പോവുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ ഒരു പ്രതിഷേധമുണ്ടാകുന്നതും ട്രോൾ ഉണ്ടാകുന്നതും. നിശബ്ദമായി പോയാൽ ഒരു പ്രശ്നമില്ല. ഈ തള്ളിമറിക്കലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പോകാന്നേ. ആർക്കും എവിടെ പോയി ചികിത്സിക്കാം, എവിടെയും പോയി പഠിക്കാം. ഗ്ലോബലൈസ് ചെയ്ത ലോകമല്ലേ. ഇന്നങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ വല്ല തർക്കമുണ്ടോ? അങ്ങനെ തർക്കം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ മകൾ പോയി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമോ കോയമ്പത്തൂരിൽ? അതിനെ സംബന്ധിച്ച് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വലിയ വിവാദമായ പുസ്തകത്തിൽ ഒരുപാട് പരാമർശമുണ്ട്. അത് ഈ വീഡിയോയുടെ പറവിൽ വരാത്തത് ഞാൻ പറയുന്നില്ല. അങ്ങനെ എത്രയോ നേതാക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അവരെല്ലാം സ്വാശ്രയ കോളേജിൽ എത്രയോ പേര് പഠിച്ചു. ഇവിടുത്തെ സ്വകാര്യ കോളേജുകളിൽ പഠിക്കുന്നു, എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്നു, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നു. ഇവിടെ ജനകീയ വിദ്യാഭ്യാസ യജ്ഞം നടത്തിയ ശ്രീരാമകൃഷ്ണൻ, അതിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന ഡോക്ടർ ശ്രീരാമകൃഷ്ണൻ്റെ അങ്ങയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ ആയിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. മുമ്പ് അങ്ങയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ ആയിരുന്ന ശ്രീരാമകൃഷ്ണൻ്റെ മകൻ പഠിച്ചത് എവിടെയാണ്? നാഗർകോവിലിൽ പോയ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്, പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. എന്തേ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളില്ലേ? കൊടുത്താൽ ഏത് കുട്ടിക്കും അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ മുക്കിന് ഇവിടെ ഉള്ള സമയത്താണ് തമിഴ്നാട്ടിൽ പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത്. എന്തേ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ താല്പര്യമില്ലാത്തതാണ്? ഇതൊക്കെ എനിക്ക് കിട്ടുന്ന കരക്കമ്പികളാണ്, നമുക്ക് ആളുകൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ സ്വകാര്യ മേഖലയിൽ പോയുള്ള ആളുകൾ ചികിത്സിക്കുന്നില്ലേ? EMS അവസാനം മരിച്ചത് കോസ്മോപൊളിറ്റനിൽ വെച്ചല്ലേ? അച്യുതാനന്ദൻ ഇപ്പോൾ ചികിത്സ എടുക്കുന്നത് SUTയിലല്ലേ? ഇവിടുത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിൽ പോയി ആളുകൾ ചികിത്സ എടുക്കാറില്ലേ? ആട്ടോയിൽ കയറാറില്ലേ? പ്രൈവറ്റ് ബസ്സിൽ കയറാറില്ലേ? കാർ ഉപയോഗിക്കാറില്ലേ? എല്ലാം ഉപയോഗിക്കും. ടാറ്റയെ നമ്മൾ തെറി പറയുകയും ടാറ്റയുടെ ഉൽപ്പന്നം ഉപയോഗിക്കാറില്ലേ? ജിയോ നമ്മുടെ അംബാനിയെ നമ്മൾ തെറി പറയുകയും നമ്മൾ അതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും? ജിയോ ഉപയോഗിക്കുകയുമില്ലേ? തിരുവനന്തപുരത്ത് RCC വരാൻ സമയത്ത് MV ജയകുമാർ എന്ന് പറയുന്ന നേതാവ് സത്യാഗ്രഹം ചെയ്ത് അവിടെ വലിയ പ്രതിഷേധം നടത്തി ജനകീയ പ്രതിരോധ സമിതിയൊക്കെ ഉണ്ടാക്കി RCC വരാതിരിക്കാൻ ശ്രമിച്ചു കരുണാകരൻ്റെ കാലത്ത്. അവസാനം RCCയുടെ ചെയർമാൻ കമ്മിറ്റിയിലേക്ക് MV ജയകുമാർ വന്നില്ലേ? RCCയിൽ ആരും പോയി ചികിത്സിക്കുന്നില്ലയോ? നെടുമ്പാശ്ശേരി വിമാനത്താവളം വരുന്നതാണെങ്കിൽ എൻ്റെ നെഞ്ചിൻ്റെ പുറത്തൂടെ വരുവോളെന്ന് പറഞ്ഞ ആളില്ലേ S ശർമ്മ? അദ്ദേഹം മന്ത്രിയായില്ലേ? ആ S ശർമ്മ അവസാനം വിമാനത്താവളത്തിൻ്റെ കമ്മിറ്റിയിൽ വന്നില്ലേ? ഇതെല്ലാം ഇവിടെ നടക്കും സഹാവേ. ഇതൊന്നൊരു വിഷയമല്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സ്വകാര്യ മേഖലയെ കൂടെ അങ്ങ് അംഗീകരിക്കുക, തെറി പറയാതിരിക്കുക. അവരും അവരുടേതായ റോൾ ചെയ്യട്ടെ. ഇവിടെ 68% സ്വകാര്യ മേഖലയുടെ ആരോഗ്യരംഗത്തെ സംഭാവന. 100 എടുത്താൽ
32 സർക്കാരിനുള്ളൂ. ഇനി വിദ്യാഭ്യാസം എടുത്തോളൂ. വിദ്യാഭ്യാസം എടുത്താൽ ഏറ്റവും കൂടുതൽ സംഭാവന ഉള്ളത് ആരുടേതാണ്? ഇവിടുത്തെ അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളുടേതാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടേതാണ്, ഇവിടുത്തെ എയ്ഡഡ് കോളേജുകളുടേതാണ്. അതങ്ങ് അംഗീകരിക്കുക. അപ്പം നമ്മളിത് തള്ളി മറിക്കരുത്. ഇത്രയേ ഉള്ളൂ വിഷയം. വളരെ സിമ്പിളാണ്. ആരോഗ്യമെടുത്താൽ, വിദ്യാഭ്യാസം എടുത്താൽ, ഏത് വ്യവസായ മേഖല എടുത്താൽ, ഉൽപ്പന്നങ്ങളുടെ മേഖല എടുത്താൽ, ഏത് മേഖല എടുത്താലും ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ? അത് സ്വകാര്യ മേഖലയാണ്. ഞാൻ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്നതല്ല. പക്ഷെ യാഥാർത്ഥ്യം ഡേറ്റയായിട്ട് പറയണ്ടേ? നമ്മളിവിടെ ഒരു സോപ്പ് കമ്പനി ഉണ്ടാക്കി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കുളിക്കുന്നത് മലയാളിയാണെന്ന് പറയുന്നു. അതിന് കാരണം വേറെയുണ്ട്. ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും കൃഷിയായിരുന്നത് കൊണ്ടും നേരത്തെ മണ്ണ് പറ്റിയത് കൊണ്ടൊക്കെ ആറ്റിൽ വെള്ളമുള്ളത് കൊണ്ടും കുളത്തിൽ വെള്ളമുള്ളത് കൊണ്ടൊക്കെ ചാടി കുളിക്കുന്ന രീതിയായിരുന്നു. എന്തായാലും സോപ്പ് ധാരാളം ഉപയോഗിക്കുന്നവരാണ് മലയാളി. ഇവിടെ ആരുടെ സോപ്പായി ഏറ്റവും കൂടുതൽ മലയാളി ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് കേരളത്തിലെ സോപ്പ് കമ്പനി പൂട്ടിപ്പോയി? എന്തുകൊണ്ട് മലയാളി സോപ്പ് ഉപയോഗിക്കുന്നില്ല? ഈ കേരളത്തിലെ ഈ കമ്പനിയുടെ സോപ്പ് ഉപയോഗിക്കുന്നില്ല? കെൽട്രോൺ തുടങ്ങിയപ്പോൾ എല്ലാ വീട്ടിലും ടി വി ഉണ്ടായിരുന്നു. ഒരു വീട്ടിലും ടി വി ഇല്ലായിരുന്നു. അങ്ങനെ കെൽട്രോൺ ടി വി കമ്പനി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ വീട്ടിലും ടി വി ആയപ്പോൾ കെൽട്രോൺ എവിടെ? കമ്പ്യൂട്ടർ തുടങ്ങി. കെൽട്രോൺ കമ്പ്യൂട്ടർ തുടങ്ങി. എല്ലാ വീട്ടിലും കമ്പ്യൂട്ടറായി. കെൽട്രോൺ എവിടെ? എല്ലാ വീട്ടിലും ലാപ്ടോപ്പായി. കെൽട്രോൺ എവിടെ? എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നു. കെൽട്രോൺ എവിടെ? ഇതൊക്കെ ചോദ്യമാണ്. ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് തള്ളിമറിക്കലുകളൊക്കെ മാറ്റിവെച്ച് ഗൃഹപാഠം ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റും പാർട്ടിയും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായി സമ്മതിക്കേണ്ടത് നമ്മളുടെ നേടിയ നേട്ടങ്ങളുടെ പിഴവുകളെത്ര, കുറവുകളെത്ര, അത് റീവിസിറ്റ് ചെയ്യണം. താങ്കളുടെ ആദ്യത്തെ സെൻറ്റൻസിൽ അതുണ്ട്. അത് റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ മയോ ക്ലിനിക്ക് പോലെ അല്ലെങ്കിൽ എയിംസ് പോലെയൊക്കെയുള്ള വളരെ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റലുകളൊന്നും നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ല, സ്പെഷ്യലൈസ് ചെയ്ത കോളേജുകൾ, അതായത് അടിസ്ഥാന സൗകര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതും വേണം. അതിനുമുമ്പ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും, അതെങ്ങനെ ആരോഗ്യ മേഖലയെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ നേരിട്ട് പോകരുത്. കാരണം താങ്കളെ മെഡിക്കൽ കോളേജുകാർക്ക് അറിയാൻ പറ്റും. താങ്കളുടെ ഏതെങ്കിലും ശിഷ്യന്മാരെ ഒരു ക്യാമറയും കൊണ്ട്, ഒളിക്യാമറയും കൊണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലും ഒന്ന് പോയി കുറേ വീഡിയോസ് എടുത്തിട്ട് താങ്കൾ അതൊന്ന് കാണണം. ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ്, ഞാൻ വീഡിയോ എടുക്കാറില്ല, അത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് എടുക്കാറില്ല. പക്ഷേ ഞാൻ പോകാറുണ്ട്. പല സുഹൃത്തുക്കളെയും പലരുടെയും ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ട് പോകാറുണ്ട്. പരമദയനീയമാണ് കാര്യങ്ങൾ. ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സുഭാഷിതം ചാനൽ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു.